ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 2 മിനിറ്റ്. എൻ്റെ പള്ളി കറ്റാനംപള്ളി, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. കറ്റാനംപള്ളിയാണെന്ന് അറിയാം നിങ്ങൾക്കൊക്കെ. ഒരുപക്ഷെ ഈ അച്ഛന്മാർ മഞ്ജു അച്ഛനൊക്കെ ഹോസ്പിറ്റൽ ടീമായിട്ട് വന്നിട്ടുള്ളതാകാം. അവിടെ 6 ദിവസത്തെ കൺവെൻഷന് 3 ദിവസത്തെ റാസയുമുണ്ട്. 3 ദിവസത്തെ റാസ സന്ധ്യയ്ക്ക് തുടങ്ങി രാത്രി 2 മണിക്ക് തിരിച്ചു കയറുന്നത്. ഈ 3 ദിവസം ഈ വിശുദ്ധ കുർബാനയുണ്ട്. ഈ ബാബുവച്ചൻ വന്നിട്ടുണ്ട്, അച്ഛൻ്റെ ഒരു ബന്ധു അവിടെ ഉണ്ട്. ഒരു വട്ടം 2012 എൻ്റെ കണ്ണിന് കണ്ടുകൊണ്ട് പറയുക, ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ത്രീ, പുറജാതി സ്ത്രീ, ഏറ്റവും കൂടുതൽ നമ്മുടെ സഹോദരങ്ങളായ മറ്റ് ഹൈന്ദവ സഹോദരങ്ങൾ ആ പള്ളി റാസയ്ക്ക് 10,000 കാണും. റാസയ്ക്ക് 3 ദിവസം റാസയ്ക്ക് വന്നിട്ട് കുർബാനയ്ക്ക് വന്നു. ഈ അമ്മ അന്ന് ഇപ്പോഴത്തെ ബാബാതിരുമണി സേവർ സീമനിയാ കുർബാന ചൊല്ലുന്നത്. വിശുദ്ധ കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിച്ചു വന്നു. പള്ളിക്കകത്ത് സ്ഥലം ഉണ്ടായിട്ടും വെളിയിൽ ഇങ്ങനെ നിൽക്കത്തില്ല. ഇങ്ങനെ കൈകൂപ്പി രാഷ്ട്രീയക്കാരെ വോട്ട് പിടിക്കാൻ വരുമ്പോൾ നിൽക്കുന്ന കുറേ പാർട്ടികൾ നമ്മൾ വെളിയിൽ ആ സമയമാകുമ്പോൾ ഭക്തി കൂടുന്ന കുറേ ആൾക്കാർ, പ്രത്യേക ഭക്തിയുള്ള ആൾക്കാരുണ്ട് വെളിയിൽ. പള്ളിക്കകത്ത് സ്ഥലമുണ്ട്, പക്ഷെ വെളിയിലേ നിൽക്കത്തുള്ളൂ. പറഞ്ഞാൽ ഈ കൊടിമരം, ബദാമിൻ്റെ ചുവട്, മാവിൻ്റെ ചുവട്, തെങ്ങിൻ്റെ ചുവട്, എല്ലാവരും ഇങ്ങനെ ഭക്തി മൂത്ത് നിൽക്കുകയാണ്. എങ്ങനെയാ? കൈകൂപ്പി നിൽക്കുകയാണ്. മേൽപ്പെട്ടക്കാരെ കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിച്ചു വന്നു. കുരിശാകൃതിയിൽ കൈവച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷിച്ചതിൻ്റെ ശരീരം, ഞങ്ങൾ പാനിയതിൻ്റെ രക്തം. ഈ അമ്മ മുടി മൊത്തം കൊഴിഞ്ഞു, ക്യാൻസർ ബാധിച്ച് കീമോ ചെയ്യുക കോട്ടയം മെഡിക്കൽ കോളേജിൽ. പടിഞ്ഞാട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വന്നപ്പം ഈ അമ്മ, ഈ മേൽപ്പെട്ടക്കാരൻ പറയുമ്പോൾ നെഞ്ചോട് കൈവച്ചിട്ട്, എന്റെ സഹതായേ, എന്റെ ഈശ്വര, എന്നെ രക്ഷിക്കണമേ. ഈ അമ്മ ഏതാ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥന കഴിഞ്ഞു. ഈ അമ്മ തലേദിവസം വൈകിട്ട്, അന്ന് വൈകിട്ട് റാസയുടെ അന്ന് വൈകിട്ട് 3 ഊരുവലത്തിട്ട് ഒരു മുത്തുക്കൊടയൊക്കെ കൊണ്ട് പള്ളിക്കകത്ത് വെച്ചു. തിരിച്ചുപോയി. നേർച്ചയൊക്കെ ഭക്ഷിച്ചിട്ടാ പോയത്. ഓട്ടോയിലാണ് വരുന്നത്. മുടിയൊന്നുമില്ല, ഒരു മുണ്ട് ഒരു ബ്ലൗസ് വിട്ട് തലേ മുടിയെല്ലാം കൊഴിഞ്ഞു വലിയ തോർത്തിട്ടേക്കാണ് തലേ കൂടെ. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ പാഴ്സനേജ് ഒരു ഓഫീസ് റൂമിൽ വന്നിട്ട്, അന്ന് അച്ഛനവിടെ ഇരിപ്പുണ്ട്, ഞാൻ അവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ്റെ കാൽക്കൽ വന്ന് വീണിട്ട് പൊട്ടിക്കരയുക. അമ്മ പറയുക, അച്ഛൻ ചോദിച്ചാൽ എന്താ വിഷയം? അമ്മ ഇതെല്ലാം പറഞ്ഞു. മോറെ, അച്ചോ, ഞാൻ ആ വിശുദ്ധ പള്ളിയിലെ കുർബാനയ്ക്ക് അന്ന് വന്നു. ഞാൻ ഇങ്ങനെ ആ പ്രാർത്ഥിച്ച് എല്ലാവരും കൈകൂപ്പിക്കുന്ന സമയം എൻ്റെ നെഞ്ചത്തോട് ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാണ്. എൻ്റെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറ, എൻ്റെ സഹതായ, എൻ്റെ ഈശ്വരനെ രക്ഷിക്കണമേ. ഈ അമ്മ കീമോ ചെയ്യുവാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി അമ്മയ്ക്ക് കീമോ ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാൻസറിന്റെ 1% പോലും അമ്മയുടെ ശരീരത്തിൽ അവശേഷിക്കുന്നില്ല. നമ്മൾ എവിടേക്കാ ഓടി നടക്കുന്നത്? നമ്മൾ ആരുടെയൊക്കെ പിന്നാലെയാ പോകുന്നത്? നിന്റെ കയ്യിലിരിക്കുവല്ലേ? നിന്റെ ദേവാലയത്തിലെ ഒർണാന്റെ വ്യതിക്കളമായി ബലിപീഠത്തിലുണ്ട്. കാസായിലും പീലാസായിലും കിടക്കുന്ന അവന്റെ ശരീര രക്തങ്ങൾക്ക് തരുവാൻ കഴിയാത്ത സൗഖ്യം ഈ ഒരു മനുഷ്യന് ലോകത്തിൽ ഒരു പ്രാർത്ഥനക്കാരും തരാൻ